ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മൊബിലൈസേഷൻ ഓഫ് എൻസൈംസ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ, അല്ലെങ്കിൽ എൻസൈം ഇമ്മൊബിലൈസേഷൻ, അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ SCP, ഇതിനെക്കുറിച്ചുള്ള MCQs ആണ് നമ്മൾ ഈ വീഡിയോത്തിനകത്ത് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ SCP പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുടെയും കാണണം. ഇമ്മൊബിലൈസേഷൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ആദ്യം അതിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് ഇമ്മൊബിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണെന്നൊക്കെ നമുക്കറിയാമല്ലോ. മൊബിലിറ്റി ഇല്ലാണ്ടാക്കുക, അല്ലെ അതിനെ ഇമ്മൊബൈൽ ആക്കുക, അതാണ് നമ്മൾ ഇമ്മൊബിലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ നമുക്ക് പഠിക്കേണ്ട. അതിന് മുന്നേ ആയിട്ട് 1960 നെൽസൺ ആൻഡ് ഗ്രിഫിൻ, നെൽസൺ ആൻഡ് ഗ്രിഫിൻ എന്ന് പറയുന്നുള്ള ആൾക്കാരാണ് 1960 എന്താണ് ഈസ്റ്റ് ഇൻവേർട്ടേഴ്സിനെ അബ്സോർബ് ചെയ്തു. ഇവിടെ ചാർക്കോളിനകത്ത് ചാർക്കോൾ വെച്ചിട്ട് ഈസ്റ്റ് ഇൻവേർട്ടേഴ്സ് എന്ന് പറയുന്ന എൻസൈമിനെ എന്ത് ചെയ്തു? ഇമ്മൊബിലൈസ് ചെയ്തു, അല്ലെങ്കിൽ അഡ്സോർബ് ചെയ്തു. അഡ്സോർബ് എന്ന് പറഞ്ഞാലും ഒരു ടൈപ്പ് ഓഫ് ഇമ്മൊബിലൈസേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ട്? സൂക്രോസിൻ്റെ ഹൈഡ്രോളിസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഫസ്റ്റായിട്ട് സൂക്രോസിൻ്റെ ഹൈഡ്രോളിസിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഫസ്റ്റ് ഇമ്മൊബിലൈസ്ഡ് എൻസൈം കൺസെപ്റ്റ് വരുന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. എന്താണ് 1960 നെൽസണും അതുപോലെ തന്നെ നെൽസൺ ആൻഡ് ഗ്രിഫിൻ ഫൗണ്ട് ദാറ്റ് ഈസ്റ്റ് ഇൻവേർട്ടേഴ്സ് അഡ്സോർബ്ഡ് ഓൺ ആക്ടിവേറ്റഡ് ചാർക്കോൾ. എന്താണ് ഈസ്റ്റ് invertase adsorbed on activated charcoal was able to catalyze sucrose, hydrolysis of sucrose. അപ്പോൾ എന്താ പറഞ്ഞാൽ ചാർക്കോളിനകത്ത് അഡ്സോർബ് ചെയ്തിട്ടുണ്ടായ ഈസ്റ്റ് ഇൻവെർട്ടേഴ്സിന് സൂക്രോസിൻ്റെ ഹൈഡ്രോളിസിസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നവർ ആദ്യമായിട്ട് 1960 കണ്ടു. അങ്ങനെയാണ് അവർ ഇതിലോട്ട് വരുന്നത്, ഈ ഇമ്മൊബിലൈസേഷൻ ഓഫ് എൻസൈംസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലോട്ട് വരുന്നുള്ളത്. ഇങ്ങനെ ഇത് ഫസ്റ്റ് അവർ ഒബ്സർവ് ചെയ്തതാണ്. എന്നാൽ ഇൻഡസ്ട്രിയലി ഇത് ഫസ്റ്റ് ചെയ്യുന്നുള്ളത് വേറെ ആൾക്കാരാണ്. ഇൻഡസ്ട്രിയലി ഇത് ഫസ്റ്റ് ചെയ്യുന്നുള്ളത് ആരാണ്? ചിബാറ്റ. ചിബാറ്റ, അതുപോലെ തന്നെ അവരുടെ കോവർക്കേഴ്സ് ഓഫ് തനാബെ സിയക്കു, ജപ്പാനാണ് കേട്ടോ. ജപ്പാനിലാണ് 1969 ഓർത്തെ. 1916 തന്നെ ഇവരിത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട്, അതായത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഇത് ചെയ്തിരിക്കുന്നത് 1969 ഇവരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ L-aspartate പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്തത്. എന്താണ്? 1973 ഇവരിത് കൊണ്ടുവരുന്നത്. ടു പ്രൊഡ്യൂസ് എന്താണ്? L-aspartate ഫ്രം അമോണിയം ഫ്യൂമറേറ്റ്. സോ അമോണിയം ഫ്യൂമറേറ്റിൽ നിന്ന് L-aspartate ആണ് അവർ പ്രിപ്പയർ ചെയ്തത്. എങ്ങനെയാണ്? പോളി അക്രിലമൈഡ് ജെല്ല് എന്ന് കേട്ടിട്ടില്ലേ? ഈ പോളി അക്രിലമൈഡ് ജെല്ലിൽ ആരെ എൻട്രാപ്പ് ചെയ്തു? ഈക്കോളൈ സെൽസിനെ എൻട്രാപ്പ് ചെയ്തു. ഈ ഈക്കോളൈ സെൽസിന് എന്തിൻ്റെ എബിലിറ്റി ഉണ്ട്? ആസ്പാർട്ടേസ് ആക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഈക്കോളൈനെ എൻട്രാപ്പ് ചെയ്തത്. അങ്ങനെ അവർ ഇമ്മൊബിലൈസ് ചെയ്തു. എന്താണ്? ഈക്കോളൈനെ പോളി അക്രിലമൈഡ് ജെല്ലിനകത്ത് അവർ എന്ത് ചെയ്തു? ഇമ്മൊബിലൈസ് ചെയ്തു, അല്ലെ, എൻട്രാപ്പ് ചെയ്തു. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈക്വളൈ? ആസ്പാർട്ടേസ് എൻസൈമിൻ്റെ ആക്ടിവിറ്റി അതിനകത്തുണ്ട്. എന്നിട്ട് അവർ ഉണ്ടാക്കി? L-aspartate ഫ്രം അമോണിയം ഫ്യൂമറേറ്റ്. അപ്പോൾ ആരാണ്? ചിബാറ്റ ആൻഡ് കോവർക്കേഴ്സ് ഓഫ് തനാബെ സിയാക്യു, ജപ്പാൻ, 1969 ഇതാണ് ഹിസ്റ്ററി. ഇനി നമുക്ക് ജസ്റ്റ് എന്താണ് ഇമ്മൊബിലൈസേഷൻ എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. ഇമ്മൊബിലൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇമ്മൊബിലൈസേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ടെക്നിക്കൽ പ്രോസസ് ഇൻ വിച്ച് ദ എൻസൈംസ് ആർ ഫിക്സ്ഡ് ടു എ സോളിഡ് സപ്പോർട്ട്. ഒരു സോളിഡ് സപ്പോർട്ടിലേക്ക് നമ്മുടെ എൻസൈംസിനെ ഫിക്സ് ചെയ്തിട്ട് ഇമ്മൊബിലൈസ് ചെയ്യുക. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇമ്മൊബിലൈസേഷൻ എന്ന് പറയാം. എന്താണ് ഇമ്മൊബിലൈസേഷൻ എന്ന് പറയാം. ഈ ഇമ്മൊബിലൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേബിളാണ്, മോർ എഫിഷ്യൻ്റ് ആണ്, ക്യാൻ ബി റീയൂസ്ഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. നമുക്ക് അത് ഡിഗ്രേഡ് ചെയ്തൊന്നും പോകില്ല. ഇമ്മൊബിലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഡക്ട്സിനകത്ത് എൻസൈംസ് ഉണ്ടാവില്ല, പ്രൊഡക്ട്സ് എൻസൈം ഫ്രീ ആയിരിക്കും. ഐഡിയൽ ഫോർ മൾട്ടി എൻസൈം റിയാക്ഷൻ സിസ്റ്റം. കൺട്രോൾ ഓഫ് എൻസൈം ഫംഗ്ഷൻ ഈസ് ഈസി. സ്യൂട്ടബിൾ ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് മെഡിക്കൽ യൂസ്. ഇതൊന്നും നമ്മൾ ബോഡിക്കകത്ത് ചെയ്യുന്നില്ല കേട്ടോ. ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടി ചെയ്യുമ്പോഴാണ് ഇമ്മൊബിലൈസേഷനൊക്കെ ചെയ്യുന്നുള്ളത്. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് എന്തിനുണ്ട്? ഈ ഇമ്മൊബിലൈസേഷന് ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജസിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്? ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മൊബിലൈസേഷൻ്റെ സമയത്ത് ചിലപ്പോൾ എൻസൈംസിൻ്റെ ആ കാറ്റലിറ്റിക് ആക്ടിവിറ്റി, ആ ഒരു കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. ദ പോസിബിലിറ്റി ഓഫ് ലോസ് ഓഫ് ബയോളജിക്കൽ ആക്ടിവിറ്റീസ്, ചിലപ്പോൾ അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇമ്മൊബിലൈസേഷൻ ഈസ് ആൻ എക്സ്പെൻസീവ് അഫെയർ, എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ സം എൻസൈം ബിക്കം അൺസ്റ്റേബിൾ ആഫ്റ്റർ ഇമ്മൊബിലൈസേഷൻ. ചില എൻസൈംസ് ഇമ്മൊബിലൈസേഷന് ശേഷം സ്റ്റേബിൾ അല്ലാണ്ടാവും, അൺസ്റ്റേബിൾ ആവും.
അതും ഒരു പ്രശ്നമാണ്. സംടൈംസ് എൻസൈംസ് ബിക്കം ഇനാക്ടിവേറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്, അൺസ്റ്റേബിൾ ആവാനുള്ള ചാൻസസ് ഉണ്ട്, അതുപോലെ തന്നെ ബയോളജിക്കൽ ആക്ടിവിറ്റി നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അതൊരു എക്സ്പെൻസീവ് മെത്തേഡാണ്. ഇത്രയാണ് ഡിസഡ്വാൻറ്റേജസിൻ്റെ കേസിൽ പറയുന്നത്. ഇനി ഇമ്മൊബിലൈസേഷൻ ചെയ്യുന്നുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് പറയുന്നത്. ഒന്നാണ് അഡ്സോപ്ഷൻ. അഡ്സോപ്ഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, അഡ്സോപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇനേർട്ടായിട്ടുള്ള ഒരു സർഫസിലേക്ക് നമ്മളെ ഈ എൻസൈമിനെ ബൈൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡ്സോപ്ഷൻ എന്ന് പറയുന്നത്. അഡ്സോപ്ഷൻ ഇൻവോൾവ്സ് ദ ഫിസിക്കൽ ബൈൻഡിങ് ഓഫ് എൻസൈംസ് ഓൺ ദ സർഫസ് ഓഫ് ആൻ ഇനേർട്ട് സപ്പോർട്ട്. ഒരു ഇനേർട്ടായിട്ടുള്ള സർഫസിലേക്ക് നമ്മുടെ നമ്മുടെ എൻസൈംസിനെ ബൈൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡ്സോപ്ഷൻ എന്ന് പറയുന്നത്. ഈ സപ്പോർട്ട് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇനോർഗാനിക്കും ആവാം, ഓർഗാനിക്കും ആവാം. ഇനോർഗാനിക്കിന് എക്സാമ്പിളാണ് അലൂമിന, സിലിക്ക, കാൽഷ്യം ഫോസ്ഫേറ്റ്, ഗ്ലാസ് എന്നൊക്കെ പറയുന്നത് ഇനോർഗാനിക്കിന് എക്സാമ്പിളാണ്. ഓർഗാനിക് ആണ് സ്റ്റാർച്ച്, അതുപോലെ തന്നെ കാർബോക്സി മീഥൈൽ സെല്ലുലോസ് എന്നൊക്കെ പറയുന്നത് ഓർഗാനിക് ആയിട്ടുള്ള സപ്പോർട്ട് മെറ്റീരിയലാണ്. ഇതാണ് അഡ്സോപ്ഷൻ്റെ കേസിൽ പറയുന്നുള്ളത്. നെക്സ്റ്റ് എൻട്രാപ്മെൻറ്റ്. എൻട്രാപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക. ഇങ്ങനെയാണ് എൻസൈംസിന് നമ്മൾ എൻട്രാപ്പ് ചെയ്യാണ്. എവിടെ? ഒരു ജെൽ മാട്രിക്സ്, പോളിമർ അല്ലെങ്കിൽ ഒരു ജെൽ മാട്രിക്സിനകത്ത് നമ്മുടെ എൻസൈംസിനെ എൻട്രാപ്പ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ എൻട്രാപ്മെൻറ്റ് എന്ന് പറയുന്നുള്ളത്. സോ ദ സൈസ് ഓഫ് ദ മാട്രിക്സ്, നമ്മൾ ഇപ്പോൾ ജെൽ മാട്രിക്സിലാണ് എൻട്രാപ്പ് ചെയ്യുന്നുള്ളതെങ്കിൽ ആ മാട്രിക്സിൻ്റെ സൈസ് എന്ന് പറയുന്നുള്ളത് എൻസൈം ഈസ് റീറ്റെയിൻഡ് വൈൽ ദ സബ്സ്ട്രേറ്റ് ആൻഡ് പ്രൊഡക്റ്റ് മോളിക്യൂൾസ് പാസ് ത്രൂ. The size of the matrix pores is such that the enzyme is retained while the substrate and product molecules pass through. സബ്സ്ട്രേറ്റിനും പ്രൊഡക്ട്സിനും അതിന് പുറത്തേക്ക് പോകാൻ പറ്റും, പക്ഷേ എൻസൈംസ് അപ്പോഴും അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യും. അതാണ് ഇതിനകത്ത് വരുന്നുള്ളത്, എൻട്രാപ്മെൻറ്റിനകത്ത് വരുന്നുള്ളത്. നെക്സ്റ്റ് ആണ് മൈക്രോ എൻകാപ്സുലേഷൻ. ഈ എൻട്രാപ്മെൻറ്റ് പോലെ തന്നെ ഒരു മെത്തേഡാണ് ഈ മൈക്രോ എൻകാപ്സുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് spherical particle formation wherein a liquid or suspension is enclosed in a semi-permeable membrane. ഈ മെംബ്രെയിൻ എന്ന് പറയുന്നത് പോളിമറിക് ആവാം, ലിപ്പോപ്രോട്ടീൻ ബേസ്ഡ് ആവാം, നോൺ അയണിക് ആവാം. 3 types ഓഫ് മൈക്രോ എൻകാപ്സുലേഷൻ ഉണ്ട്. ഒന്ന് ബിൽഡിംഗ് ഓഫ് സ്പെഷ്യൽ മെംബ്രെയിൻ റിയാക്ടേഴ്സ്, പിന്നെ ഫോർമേഷൻ ഓഫ് എമൽഷൻസ്, പിന്നെ സ്റ്റെബിലൈസേഷൻ ഓഫ് എമൽഷൻസ് ടു ഫോം മൈക്രോ ക്യാപ്സ്യൂൾസ്. ഒരു ടൈപ്പ് ഓഫ് എൻട്രാപ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. അതാണ് എന്ത് മൈക്രോ എൻകാപ്സുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. നെക്സ്റ്റ് ആണ് കോവാലൻ്റ് ബൈൻഡിങ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻസൈംസും അതുപോലെ തന്നെ കെമിക്കൽ ഗ്രൂപ്പ്സ് ഓഫ് ദ സപ്പോർട്ട്, ഒരു സപ്പോർട്ട് കൊടുക്കും. ആ സപ്പോർട്ടിനുള്ള മെറ്റീരിയലായിട്ട് കോവാലൻ്റ് ബോണ്ടിങ് വരും. കോവാലൻ്റ് ബോണ്ടിങ് വന്നാൽ നമുക്കറിയാം അല്ലേ, ഇറിവേഴ്സിബിൾ ആണ് അല്ലേ, ഇറിവേഴ്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് കോവാലൻ്റ് ബൈൻഡിങ്ങിൽ കൂടി എന്ത് ചെയ്യാം, ഇമ്മൊബിലൈസ് ചെയ്യാൻ സാധിക്കും. അതാണ് കോവാലൻ്റ് ബൈൻഡിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് ക്രോസ് ലിങ്കിങ്. ക്രോസ് ലിങ്കിങ് എന്ന് പറയുമ്പോൾ ദ എൻസൈം മോളിക്യൂൾസ് ആർ ഇമ്മൊബിലൈസ്ഡ് ബൈ ക്രിയേറ്റിംഗ് ക്രോസ് ലിങ്ക്സ് ബിറ്റ്വീൻ ദം ത്രൂ ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് പോളിഫങ്ഷണൽ റിയേജൻസ്. പോളിഫങ്ഷണൽ ആയിട്ടുള്ള റിയേജൻസിൻ്റെ യൂസോടുകൂടി എൻസൈംസിൻ്റെ ഇടയിൽ നമ്മൾ എന്തുണ്ടാക്കുന്നു, ക്രോസ് ലിങ്ക്സ് ഉണ്ടാക്കിയിട്ട് ഇമ്മൊബിലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്രോസ് ലിങ്കിങ് എന്ന് പറയുന്നുള്ളത്. ഇനി നോക്കാനുള്ളതാണ് ഈ ഇമ്മൊബിലൈസേഷൻ, എൻസൈം ഇമ്മൊബിലൈസേഷൻ്റെ ആപ്ലിക്കേഷൻസ്. അത് നമുക്ക് നോക്കാനുണ്ട്. ഒന്ന് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇൻഡസ്ട്രീസിൽ എന്ന് പറയുമ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രൊഡക്ഷൻ, ബിവറേജസ്, അമിനോ ആസിഡ്സ്, ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഇമ്മൊബിലൈസ്ഡ് എൻസൈംസിനെ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ആണ് ബയോമെഡിക്കൽ അപ്ലിക്കേഷൻസ്. ഇവിടെ ഒരുപാട് ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിനും ഡയഗ്നോസിസിനും വേണ്ടി നമ്മൾ എൻസൈംസിനെ യൂസ് ചെയ്യാറുണ്ട്. ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് ക്യാൻ ബി യൂസ്ഡ് ടു ഓവർകം ഇൻബോൺ മെറ്റബോളിക് ഡിസോർഡർ ബൈ ദ സപ്ലൈ ഓഫ് ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ്. പിന്നെ ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ബയോഡീസൽ പ്രൊഡക്ഷൻ, വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ്, ടെക്സ്റ്റ് ഇൻഡസ്ട്രി, ഡിറ്റർജൻറ്റ് ഇൻഡസ്ട്രി, ഇവിടെയൊക്കെ എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇമ്മൊബിലൈസ്ഡ് എൻസൈംസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് അപ്ലിക്കേഷൻസ് ഓഫ് ഇമ്മൊബിലൈസേഷൻ എന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പാർട്ട് വേണമെന്നില്ല. ഇമ്മൊബിലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഐസോമറേസ് എന്ന് പറയുമ്പോൾ അവിടെ അത് നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അതൊന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് എത്തനോൾ ഇവിടെയും ഇമ്മൊബിലൈസ്ഡ് എൻസൈംസിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 2 പേരും ഒന്ന് ഓർത്ത് വെക്കുക. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് വാട്ട് ഈസ് എൻസൈം ഇമ്മൊബിലൈസേഷൻ? എന്താണ് എൻസൈം ഇമ്മൊബിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്?
നമ്മുടെ എൻസൈമിൻ്റെ മൂവ്മെൻറ്റിനെ എന്താണ് റെസ്ട്രിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ നോക്കിയാൽ ഡിസ്ട്രക്ഷൻ ഓഫ് എൻസൈം ആക്ടിവിറ്റി വരുന്നുണ്ട്. നമ്മൾ ഡിസ്ട്രക്റ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് അതിൻ്റെ മൂവ്മെൻറ്റിനെ എന്താണ് റെസ്ട്രിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നുള്ളത് കേട്ടോ. ഡിസോൾവ് ചെയ്യുന്നില്ല, അല്ല എൻസൈംസിനെ ഡിസോൾവ് ചെയ്യുന്നില്ല. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. മിക്സിങ് എൻസൈംസ് വിത്ത് സബ്സ്ട്രേറ്റ്, അതും കറക്റ്റായിട്ട് വരില്ല കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് എൻസൈം ഇമ്മൊബിലൈസേഷൻ? അപ്പോൾ അഡ്സോർപ്ഷൻ, കോവാലൻ്റ് ബോണ്ടിങ്, അതുപോലെ തന്നെ എൻകാപ്സുലേഷൻ, ഇതൊക്കെ എന്തിൻ്റെ മെത്തേഡാണ്? ഇമ്മൊബിലൈസേഷൻ്റെ മെത്തേഡാണ്. ക്രിസ്റ്റലൈസേഷൻ ഒരു മെത്തേഡ് അല്ല കേട്ടോ. ഇതിനകത്ത് തന്നെ നിങ്ങൾ ഇപ്പോൾ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അതിനകത്ത് നമ്മൾ കുറച്ച് മെത്തേഡ്സ് പറഞ്ഞു. അതിനകത്ത് ഒറ്റ റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒറ്റ മെത്തേഡേ ഉള്ളൂ, അത് അഡ്സോർപ്ഷൻ ആണ് കേട്ടോ. ബാക്കി ഇതിലൊക്കെ ഇറിവേഴ്സിബിൾ ആണ്. ഓക്കെ, ഇമ്മൊബിലൈസേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എൻസൈമിനെ ആ സർഫസിൽ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് കോവാലൻ്റ് ബോണ്ട് ആയാലും എൻകാപ്സുലേഷൻ ആയാലും ക്രോസ് ലിങ്കിങ് ആണെങ്കിലും അത് ഏതൊക്കെ ആണെങ്കിലും അതിനകത്തൊന്നും എൻസൈം ഇമ്മൊബിലൈസേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിവേഴ്സിബിൾ അല്ല. അഡ്സോർപ്ഷൻ എന്ന പ്രോസസ്സ് മാത്രമാണ് റിവേഴ്സിബിൾ. അതൊന്ന് ഓർത്തോക്കണേ. ദ സിംപ്ലസ്റ്റ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ഇമ്മൊബിലൈസിങ് എൻസൈം ഈസ്, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? അഡ്സോർപ്ഷൻ ആണ്. ഓക്കെ, കോവാലൻ്റ് ബോണ്ടിങ്, എൻട്രാപ്മെൻറ്റ്, ക്രോസ് ലിങ്കിങ്, ഇതൊക്കെ ടൈപ്പ് ഓഫ് ഇമ്മൊബിലൈസേഷൻ ആണ്. അതിനകത്ത് അഡ്സോർപ്ഷൻ എന്താണ്? സിംപ്ലസ്റ്റ് ആണ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഓരോ ഓപ്ഷൻസ് നോക്കി പോണേ. ഓക്കെ, കാരണം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന MCQസിൽ നിന്നാണ് നമ്മളത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ചെറിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നിട്ടുണ്ടെങ്കിലും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെയാണ് പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഇമ്മൊബിലൈസിങ് എൻസൈം? നമ്മളെന്താ പറഞ്ഞത്? എൻസൈംസിൻ്റെ ഇമ്മൊബിലൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? പ്രൈമറി പർപ്പസ്. ഒന്ന്, ടു ഇൻക്രീസ് എൻസൈം ഡീഗ്രഡേഷൻ. നമ്മൾ എൻസൈം ഡീഗ്രഡേഷന് വേണ്ടിയിട്ടാണോ? അല്ല. ടു എൻഹാൻസ് എൻസൈം സൊല്യൂബിലിറ്റി, എൻസൈമിൻ്റെ സൊല്യൂബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ല. ടു റീയൂസ് എൻസൈംസ് ആൻഡ് ഇംപ്രൂവ് സ്റ്റെബിലിറ്റി, അല്ലേ? നമുക്കൊരു എൻസൈമിനെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻസൈമിന് എന്താണ് സാധാരണ സബ്സ്ട്രേറ്റുമായിട്ട് അത് റിയാക്ട് ചെയ്യും, എന്നിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എൻസൈം അവിടെ നിന്ന് പോകും. നമുക്കതല്ല, ആ എൻസൈമിനെ വീണ്ടും യൂസ് ചെയ്യണം, റീയൂസ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഇമ്മൊബിലൈസ് ചെയ്ത് നിർത്തും. അതാണ് പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്. വിച്ച് മെറ്റീരിയൽ ഈസ് കോമൺലി യൂസ്ഡ് ആസ് സപ്പോർട്ട് ഇൻ അഡ്സോർപ്ഷൻ ഇമ്മൊബിലൈസേഷൻ? സോ ഇമ്മൊബിലൈസേഷൻ്റെ കേസിൽ അഡ്സോർപ്ഷൻ നമ്മൾ പറഞ്ഞല്ലേ, അവിടെ അഡ്സോർബൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ അഡ്സോർബൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അഗാരോസ്, കാൽഷ്യം ആൽജിനേറ്റ്, സിലിക്ക ജെല്ല്, സ്റ്റാർച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് സിലിക്ക ജെല്ലാണ് കേട്ടോ. സിലിക്ക ജെല്ലാണ്. അഗാരോസ് ജെല്ലൊക്കെ നമ്മൾ എൻട്രാപ്മെൻറ്റിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിലിക്ക ജെല്ലാണ് അഡ്സോർപ്ഷൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നത്. ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്യാറുണ്ട്, ഇനോർഗാനിക്കും യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ അഡ്സോർപ്ഷൻ്റെ കേസിൽ സിലിക്ക ജെല്ലാണ്. കോവാലൻ്റ് ബൈൻഡിങ് ഇൻവോൾവ്സ്. അപ്പോൾ നമ്മൾ ഇമ്മൊബിലൈസേഷൻ്റെ കേസിൽ എന്താ പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിനകത്ത് ഒന്നാണ് കോവാലൻ്റ് ബോണ്ടിങ്. കോവാലൻ്റ് ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് ബോണ്ടാണ്, അല്ലേ? കോവാലൻ്റ് ബോണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നല്ലൊരു സ്ട്രോങ് ബോണ്ടാണ്. ഈ അഡ്സോർപ്ഷൻ്റെ കേസിൽ അവർ ഫോം ചെയ്യുന്നത് ഒരു വീക്ക് ബോണ്ടാണ്, വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് റിവേഴ്സിബിൾ ആയിട്ട് വരുന്നുണ്ട്. കോവാലൻ്റ് ബോണ്ടിങ് എന്താണ്? സ്ട്രോങ് ബോണ്ടാണ്, അതുകൊണ്ട് തന്നെ ഇറിവേഴ്സിബിൾ ആണ്. നോക്കിയേ, ഫസ്റ്റ് ഓപ്ഷൻ വീക്ക് ഇൻട്രാക്ഷൻസ് ലൈക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ്, അത് റോങ് ആണ്. അത് വരുന്നത് അഡ്സോർപ്ഷൻ്റെ കേസിലാണ്. എൻട്രാപ്പിംഗ് എൻസൈംസ് ഇൻ എ ജെൽ, അത് ഏത് കേസിലാണ്? എൻട്രാപ്മെൻറ്റിൻ്റെ കേസിലാണ്. ഫോമിങ് സ്ട്രോങ് കെമിക്കൽ ബോണ്ട്സ് വിത്ത് എ സപ്പോർട്ട്, ഇതാണ് കറക്റ്റായിട്ട് വരുന്നത്. ഒരു സപ്പോർട്ടോടുകൂടി നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽ ബോണ്ട്സ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. മിക്സിങ് എൻസൈം വിത്ത് സബ്സ്ട്രേറ്റ്, അത് ക്രോസ് ലിങ്കിങ്ങിലാണ്. നമ്മൾ സബ്സ്ട്രേറ്റുമായിട്ടല്ല, നമ്മൾ എൻസൈംസിന് നമ്മൾ എന്തുമായിട്ട് കുറച്ച് കോമ്പൗണ്ട്സുമായിട്ട് മിക്സ് ചെയ്യുന്നത് ഏതിൻ്റെ കേസിലാണ് വരുന്നത്? ക്രോസ് ലിങ്കിങ്ങിൻ്റെ കേസിലാണ്. വിച്ച് മെത്തേഡ് ഇൻവോൾവ്സ് ട്രാപ്പിംഗ് എൻസൈം ഇൻ സെമി പെർമിയബിൾ മെംബ്രെയിൻ? അപ്പോൾ ഇവിടെ സെമി പെർമിയബിൾ മെംബ്രെയിനിൽ എൻട്രാപ്പ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ജെല്ലിലാണെങ്കിൽ അതാണ് എൻട്രാപ്മെൻറ്റ് എന്ന് പറയാം. സെമി പെർമിയബിൾ ആകുമ്പോൾ അതേതാണ്? അഡ്സോർപ്ഷനിൽ നമ്മൾ പറഞ്ഞു അഡ്സോർബൻറ്റ് യൂസ് ചെയ്യും. എൻട്രാപ്മെൻറ്റ് നമ്മൾ പറഞ്ഞു ജെല്ലിനകത്താണ് അത് ചെയ്യുക. ഏതെങ്കിലും ജെൽസൊക്കെ യൂസ് ചെയ്തിട്ടാണ് കോമൺ ആയിട്ട് ചെയ്യാറുള്ളത്. കോവാലൻ്റ് ബോണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ അവിടെ നല്ലൊരു സ്ട്രോങ് കെമിക്കൽ ബോണ്ട് വരും. എൻകാപ്സുലേഷൻ്റെ കേസിലാണ് സെമി പെർമിയബിൾ മെംബ്രെയിനകത്ത് ട്രാപ്പ് ചെയ്യുന്നുള്ളത്. മൈക്രോ എൻകാപ്സുലേഷൻ, അതൊരു ടൈപ്പ് ഓഫ് എൻട്രാപ്മെൻ്റ് ആണ് കേട്ടോ. എൻകാപ്സുലേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ എൻട്രാപ്പിൻ്റെ ഒരു ടൈപ്പാണ് അത് വരുന്നത്, മൈക്രോ എൻകാപ്സുലേഷൻ. ഓക്കെ, മൈക്രോ എൻകാപ്സുലേഷനിലാണ് നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുള്ളത്? ട്രാപ്പ് ചെയ്യുന്നുള്ളത്. ഓക്കെ, മൈക്രോ എൻകാപ്സുലേഷൻ്റെ കേസിലാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മൈക്രോ എൻകാപ്സുലേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് എൻട്രാപ്മെൻറ്റ്, അതുകൊണ്ടായിരിക്കും ഇവിടെ ഓപ്ഷൻ ബി വന്നിട്ടുണ്ടാവുക. ഓക്കെ, മൈക്രോ എൻകാപ്സുലേഷൻ ആണ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. വാട്ട് ഈസ് ദ ഡ്രോബാക്ക് ഓഫ് അഡ്സോർപ്ഷൻ ഇമ്മൊബിലൈസേഷൻ? അഡ്സോർപ്ഷൻ ഇമ്മൊബിലൈസേഷൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണ്? എൻസൈം ലീക്കേജ്, ഹൈ കോസ്റ്റ്,
കോംപ്ലക്സ് പ്രൊസീജിയർ, റിഡ്യൂസ്ഡ് എൻസൈം ആക്ടിവിറ്റി. ഇവിടെ നമുക്ക് ഹൈ കോസ്റ്റും അല്ല കോംപ്ലക്സ് പ്രൊസീജിയറും അല്ല, ഏതാ വരിക? എൻസൈം ലീക്കേജ് ആണ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. എൻസൈം ലീക്കേജ് ആണ്. ഇൻ വിച്ച് ഇമ്മൊബിലൈസേഷൻ മെത്തേഡ് ആർ എൻസൈംസ് ഫിസിക്കലി എൻക്ലോസ്ഡ് ഇൻ എ മാട്രിക്സ്. അപ്പോൾ അങ്ങനെ എൻക്ലോസ് ചെയ്യുന്നത്, ഒരു മാട്രിക്സിനകത്ത് എൻക്ലോസ് ചെയ്യുന്നത് ഏതിനകത്താണ്? അഡ്സോർപ്ഷനകത്താണോ, എൻട്രാപ്മെൻറ്റിനകത്താണോ, കോവാലന്റ് ബോണ്ടിങ് ആണോ, ക്രോസ് ലിങ്കിങ് ആണോ? എൻട്രാപ്മെൻറ്റിനകത്താണ് അവർ ഫിസിക്കലി എൻക്ലോസ് ചെയ്യുന്നത്. ക്രോസ് ലിങ്കിങ് യൂസസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയേജൻസ്. ഞാൻ പറഞ്ഞില്ലേ, ക്രോസ് ലിങ്കിങ് എന്ന് പറയുമ്പോൾ അവിടെ ഏതോ ഒരു റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ് നമ്മുടെ എൻസൈമിനെ. അങ്ങനെ റിയാക്ട് ചെയ്യിക്കുമ്പോഴാണ് ഈ എൻസൈംസ് തമ്മിലൊരു ക്രോസ് ലിങ്ക് ഫോം ചെയ്യുന്നുള്ളത്. ഓക്കെ, അങ്ങനെ അവർ ഇമ്മൊബിലൈസ്ഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് ഗ്ലൂട്ടറാൾഡിഹൈഡ് ആണ് കേട്ടോ, ക്രോസ് ലിങ്കിങ്. നെക്സ്റ്റ്, ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ വിച്ച് ഇൻഡസ്ട്രി. അത് നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ആണോ, ടെക്സ്റ്റൈൽ ആണോ, ഫാർമസ്യൂട്ടിക്കൽ ആണോ, എയറോസ്പേസ് ആണോ? ഏതിനകത്താണ് ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുന്നത്? ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലാണ് ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. വിച്ച് ഇമ്മൊബിലൈസ്ഡ് എൻസൈം ഈസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് സിറപ്പ്. ഏത് എൻസൈമാണ് ഗ്ലൂക്കോസ് സിറപ്പിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്? അപ്പോൾ ഗ്ലൂക്കോസും അമൈലേസും ഏകദേശം ലിങ്കുള്ള ആൾക്കാരല്ലേ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അമൈലേസ് ആണ്. ഇമ്മൊബിലൈസ്ഡ് ലാക്ടേസ്. ഓക്കെ, ഇമ്മൊബിലൈസ്ഡ് ലാക്ടേസ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? പ്രൊഡ്യൂസ് ബയോ എത്തനോൾ, ഹൈഡ്രോലൈസ് ലാക്ടോസ് ഇൻ മിൽക്ക്. അല്ലെ, ലാക്ടേസ് എന്ന് പറയുമ്പോൾ എന്തിനായിരിക്കും? ലാക്ടോസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാക്ടേസിന് ഉപയോഗിക്കുന്നുള്ളത്. വാട്ട് ഈസ് എ കോമൺ ആപ്ലിക്കേഷൻ ഓഫ് ഇമ്മൊബിലൈസ്ഡ് ലിപ്പേസ്. ലിപ്പേസിൻ്റെ എന്തായിരിക്കും ഫംഗ്ഷൻ? എന്തായിരിക്കും? സിന്തസൈസിങ് ആൻറ്റിബയോട്ടിക്സ്, ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ, ബയോഡീസൽ പ്രൊഡക്ഷൻ, ബ്രേക്ക് ഡൗൺ സെല്ലുലോസ്. അപ്പോൾ ഇവിടെ വരുന്നുള്ളത് ബയോഡീസൽ പ്രൊഡക്ഷനിലാണ് ലിപ്പേസിൻ്റെ ഫംഗ്ഷൻ വരുന്നുള്ളത് കേട്ടോ. ഏതാണ്? ഇമ്മൊബിലൈസ്ഡ് ലിപ്പേസ് എന്തിനാണ്? ബയോഡീസലാണ്. ഓക്കെ, ഇമ്മൊബിലൈസ്ഡ് ലിപ്പേസ് ബയോഡീസലിൻ്റെ പ്രൊഡക്ഷനിലാണ്. ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് ആർ പ്രിഫേർഡ് ബിക്കോസ്. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ പ്രിഫർ ചെയ്യുന്നുള്ളത്? ദേ ആർ മോർ എക്സ്പെൻസീവ്, ദേ അലോ കണ്ടിന്യൂസ് ഓപ്പറേഷൻ, ദേ റിക്വയർ മോർ സ്പേസ്, ദേ ഹാവ് എ ഷോർട്ടർ ഷെൽഫ് ലൈഫ്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നുള്ളത് അല്ലേ, കണ്ടിന്യൂസ് ഓപ്പറേഷനാണ് അവർ ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ നാച്ചുറൽ സപ്പോർട്ട് മെറ്റീരിയൽ ഫോർ ഇമ്മൊബിലൈസേഷൻ. നാച്ചുറൽ സപ്പോർട്ട് മെറ്റീരിയൽ ആയിട്ട് ഇമ്മൊബിലൈസേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ളത് ഏതാണ്? പോളിസ്റ്റീരീൻ, അഗാരോസ്, നൈലോൺ, ടെഫ്ലോൺ. ഏതാണ്? അഗാരോസ് ആണ് കേട്ടോ. കാൽഷ്യം ആൽജിനേറ്റ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ. കാൽഷ്യം ആൽജിനേറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻട്രാപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എൻട്രാപ്മെൻറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു കോമ്പൗണ്ടാണ് കാൽഷ്യം ആൽജിനേറ്റ്. ഓക്കെ, കാൽഷ്യം ആൽജിനേറ്റ്. വിച്ച് ഫാക്ടർ ഡസ് നോട്ട് അഫക്ട് ദ സ്റ്റെബിലിറ്റി ഓഫ് ഇമ്മൊബിലൈസ്ഡ് എൻസൈം? pH, ടെമ്പറേച്ചർ, സപ്പോർട്ട് മെറ്റീരിയൽ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. ഇവിടെ pHും ടെമ്പറേച്ചറും സപ്പോർട്ട് മെറ്റീരിയലൊക്കെ അതിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ അവിടെ റോളില്ല അല്ലേ. ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് ആർ മോർ സ്റ്റേബിൾ ഡ്യൂ ടു. എന്തുകൊണ്ടാണ് ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് അവിടെ മോർ സ്റ്റേബിളായി നിൽക്കുന്നുള്ളത്? ഇറിവേഴ്സിബിൾ ഡീനാച്ചുറേഷൻ ആണോ, ഡിക്രീസ്ഡ് ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണ് കേട്ടോ. ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് എന്തുകൊണ്ടാണ് മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത്? ഡിക്രീസ്ഡ് ഫ്ലെക്സിബിലിറ്റി അല്ലേ, അവിടുന്ന് ഫ്ലെക്സിബിലിറ്റി കുറവാണ് അല്ലേ, നമ്മൾ കുറച്ച് ലോജിക്കായി ചിന്തിച്ചാൽ കിട്ടും അല്ലേ. ഡിക്രീസ്ഡ് ഫ്ലെക്സിബിലിറ്റി ആണ്. വാട്ട് ഈസ് ദ ഡ്രോബാക്ക് ഓഫ് യൂസിങ് സിന്തറ്റിക് പോളിമർ സപ്പോർട്ട്? എന്തുകൊണ്ടാണ് നമുക്ക് എന്താണ് ഡ്രോബാക്ക് ആയിട്ട് വരുന്നുള്ളത്? സിന്തറ്റിക് പോളിമർ സപ്പോർട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ടോക്സിക് ആയിരിക്കും. ഓക്കെ, സിന്തറ്റിക് ആയിട്ടുള്ള പോളിമേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അത് ടോക്സിക് ആയിരിക്കും. അതാണ് അതിൽ ഡ്രോബാക്ക് ആയിട്ട് അവിടെ വരുന്നുള്ളത്. നെക്സ്റ്റ്, അഡ്വാൻസ്ഡ് അപ്ലിക്കേഷൻസ്. ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് ആർ യൂസ്ഡ് ഇൻ ബയോസെൻസേഴ്സ്. അത് നമ്മൾ ബയോസെൻസേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്പെസിഫിക് ആയിട്ടുള്ള ബയോമോളിക്യൂൾസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്പെസിഫിക് ആയിട്ടുള്ള ബയോമോളിക്യൂൾസ്, അതിൻ്റെ പർട്ടിക്കുലർ സബ്സ്ട്രേറ്റ് ഉണ്ടല്ലോ, അതിനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്മൊബിലൈസ്ഡ് എൻസൈം ബയോ സെൻസേഴ്സിൽ യൂസ് ചെയ്യുന്നത്. വിച്ച് എൻസൈം ഈസ് ഇമ്മൊബിലൈസ്ഡ് ഇൻ ഗ്ലൂക്കോസ് ബയോസെൻസേഴ്സ്? ഗ്ലൂക്കോസ് ബയോസെൻസേഴ്സിൽ ഏതായിരിക്കും? ഗ്ലൂക്കോസ് ഓക്സിഡേസ് ആയിരിക്കും. ഏതായിരിക്കും? ഗ്ലൂക്കോസ് ഓക്സിഡേസ് ആയിരിക്കും. വിച്ച് ഇൻഡസ്ട്രി യൂസസ് ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് ഫോർ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്? അപ്പോൾ ഏത് ഇൻഡസ്ട്രിയിലാണ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക? എൻവയോൺമെൻറ്റൽ ഇൻഡസ്ട്രീസിലായിരിക്കും അല്ലേ. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഇമ്മൊബിലൈസ്ഡ് എൻസൈംസിനെ യൂസ് ചെയ്യാറുണ്ട്. ഇമ്മൊബിലൈസ്ഡ് സെല്ലുലേസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? സെല്ലുലോസിൻ്റെ ബ്രേക്ക് ഡൗണിന് വേണ്ടിയിട്ടല്ലേ. പ്രോട്ടീൻസിൻ്റെയോ ഫാറ്റ്സിൻ്റെയോ സ്റ്റാർച്ചിൻ്റെയോ ബ്രേക്ക് ഡൗണിന് വേണ്ടി സെല്ലുലോസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബ്രേക്ക് ഡൗൺ ഓഫ് സെല്ലുലോസ്. ഇൻ ദ ഡയറി ഇൻഡസ്ട്രി ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് ആർ യൂസ്ഡ് ഫോർ. എന്തിനു വേണ്ടിയിട്ടാണ് ഇമ്മൊബിലൈസ്ഡ് എൻസൈംസിനെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്? സിന്തസൈസിങ് പ്രോട്ടീൻസ്, ക്ലാരിഫൈങ് മിൽക്ക്, റിമൂവിങ് ലാക്ടോസ്, എൻഹാൻസിങ് കളർ. നമുക്കൊരു എൻസൈമിനെ യൂസ് ചെയ്തിട്ട് കളർ എൻഹാൻസ് ചെയ്യാൻ പറ്റില്ല.
അതുപോലെ തന്നെ മിൽക്കിനെ ക്ലാരിഫൈ ചെയ്യാനും നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രോട്ടീൻസിനെ നമ്മൾ സിന്തസൈസ് ചെയ്യുന്നില്ല, അപ്പോൾ റിമൂവിങ് ലാക്ടോസ് ആണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് നോക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കെമിക്കൽ മെത്തേഡ് ഓഫ് ഇമ്മൊബിലൈസേഷൻ. അപ്പോൾ കെമിക്കൽ മെത്തേഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്സോർപ്ഷൻ, അതുപോലെ തന്നെ കോവാലൻ്റ് ബോണ്ടിങ്, എൻക്യാപ്സുലേഷൻ, എൻട്രാപ്മെൻറ്റ് കൊടുത്താൽ കോവാലൻ്റ് ബോണ്ടിങ് ആണ്. പിന്നെ ഫിസിക്കൽ മെത്തേഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്സോർപ്ഷൻ ആണ് കേട്ടോ. വിച്ച് ടൈപ്പ് ഓഫ് ഇമ്മൊബിലൈസേഷൻ ഇൻവോൾവ്സ് യൂസിങ് ജെൽ ബീഡ്സ്. ഓക്കെ, ജെൽ ബീഡ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുക ഏതിൻ്റെ കേസിലാണ്, അഡ്സോർപ്ഷൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ക്രോസ് ലിങ്കിൻ്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്, നേരത്തെ റിയേജൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻക്യാപ്സുലേഷനും എൻട്രാപ്മെൻറ്റും ആണ് വരുന്നുള്ളത്. അതിനകത്ത് നമ്മൾ എൻട്രാപ്മെൻറ്റിലാണ് ജെൽ ബീഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എൻട്രാപ്മെൻറ്റിലാണ് നമ്മളത് ജെൽ ബീഡ്സ് യൂസ് ചെയ്യുന്നത്. എൻട്രാപ്മെൻറ്റ് യൂസസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ്. എൻട്രാപ്മെൻറ്റ്സിനകത്താണ് നമ്മൾ അഗാരോസ് ജെൽസ് യൂസ് ചെയ്യുന്നത്, അല്ല അഗാരോസ് ജെൽ ബീഡ്. എ മേജർ ലിമിറ്റേഷൻ ഓഫ് കോവാലൻ്റ് ബോണ്ടിങ് ഈസ്, എന്താണ് ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ ആയിട്ട് വരുന്നുള്ളത്, ഹൈ എൻസൈം ലീക്കേജ്. അതൊരിക്കലും വരില്ല, അവർ നല്ല ഹൈ ബോണ്ടാണുള്ളത്. ലോ എൻസൈം ആക്ടിവിറ്റി റിട്ടൻഷൻ, വീക്ക് എൻസൈം അറ്റാച്ച്മെൻറ്റ്, സിയും വരില്ല. പുവർ മെക്കാനിക്കൽ സ്ട്രെങ്ത്, അപ്പോൾ ബി ആയിരിക്കും വരിക. ലോ എൻസൈം ആക്ടിവിറ്റി റിട്ടൻഷൻ ആണ്. ഈ കോവാലൻ്റ് ബോണ്ടിങ് ചെയ്യുമ്പോൾ ചില സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ എൻസൈംസിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വരെ ഉണ്ട് കേട്ടോ. വാട്ട് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫിസിക്കൽ മെത്തേഡ്സ് ഓഫ് ഇമ്മൊബിലൈസേഷൻ. ഫോർമേഷൻ ഓഫ് കോവാലൻ്റ് ബോണ്ട്. കോവാലൻ്റ് ബോണ്ട് ഏതിൻ്റെ കേസിലാണ്, കെമിക്കൽ മെത്തേഡാണ്. സിമ്പിൾ ആൻഡ് റിവേഴ്സിബിൾ, അത് ഫിസിക്കൽ മെത്തേഡായ അഡ്സോർപ്ഷൻ്റെ കേസിലാണ്. പെർമനൻറ്റ് എൻസൈം ഇനാക്ടിവേഷൻ, അതൊരിക്കലും നടക്കുന്നില്ല. യൂസ് ഓഫ് ടോക്സിക് കെമിക്കൽസ്, അത് വരുന്നത് എന്താണ്, ഫിസിക്കൽ മെത്തേഡിനകത്തല്ല, അപ്പോൾ സിമ്പിൾ ആൻഡ് റിവേഴ്സിബിൾ ആണ്. അപ്ലിക്കേഷൻ ഓഫ് ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ്. ഇൻ ദ ബ്രൂയിങ് ഇൻഡസ്ട്രി ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് ആർ യൂസ്ഡ് ടു, എന്തിനു വേണ്ടിയിട്ടാണ്, ബ്രൂയിങ് ഇൻഡസ്ട്രീനകത്ത് എൻഹാൻസ് ഫോം സ്റ്റെബിലിറ്റി, റിമൂവ് പ്രോട്ടീൻസ്, ക്ലാരിഫൈ ബിയർ, ബ്രേക്ക് ഡൗൺ സെല്ലുലോസ്. ബ്രൂയിങ് ഇൻഡസ്ട്രി പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാരിഫൈ ബിയർ പറയാമല്ലേ. വിച്ച് ഇമ്മൊബിലൈസ്ഡ് എൻസൈം ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീനകത്ത് നമ്മൾ ഏതിനെയാണ് യൂസ് ചെയ്യുക, ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതിനെയാണ്, സെല്ലുലേസിനെയാണ് നമ്മൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീനകത്ത് യൂസ് ചെയ്യുന്നത് കേട്ടോ. സെല്ലുലേസിനെയാണ് നമ്മൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീനകത്ത് യൂസ് ചെയ്യുന്നുള്ള ഇമ്മൊബിലൈസ്ഡ് എൻസൈം. ഇമ്മൊബിലൈസ്ഡ് യൂറിയേസ് ഈസ് യൂസ്ഡ് ഇൻ, യൂറിയേസ് എന്തിനാണ് നമ്മൾ ഡയഗ്നോസിങ് കിഡ്നി ഡിസീസ് വരാനുള്ള സാധ്യതയുണ്ട്. സിന്തസൈസിങ് ഗ്ലൂക്കോസോ, ഹൈഡ്രലൈസിങ് ഫാറ്റ്സ്, ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റാർച്ച് വെച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ എ യൂറിയേസ് കിഡ്നി ഡിസീസിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇമ്മൊബിലൈസ്ഡ് എൻസൈം യൂസ്ഡ് ഇൻ ദ ഫുഡ് ഇൻഡസ്ട്രി ആർ യൂസ്ഡ് ഫോർ, എന്തിനു വേണ്ടിയിട്ടായിരിക്കും, സിന്തസൈസിങ് ഡ്രഗ്സ്, പ്രിസർവിങ് മീറ്റ്, മോഡിഫൈയിങ് ഫുഡ് ഇൻഗ്രീഡിയൻസ്, റിമൂവിങ് കണ്ടാമിനൻസ്. ഫുഡ് ഇൻഗ്രീഡിയൻസ് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് യൂസ് ചെയ്യുന്നത്. വിച്ച് ഇമ്മൊബിലൈസ്ഡ് എൻസൈം ഈസ് യൂസ്ഡ് ഇൻ ദ ഡിറ്റർജൻറ്റ് ഇൻഡസ്ട്രി. ഡിറ്റർജൻറ്റ് ഇൻഡസ്ട്രിയിൽ നമ്മൾ പ്രോട്ടീസ് ആയിരിക്കും അല്ലേ, പ്രോട്ടീസ് എൻസൈംസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സ്ട്രെയിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇമ്മൊബിലൈസേഷൻ മെറ്റീരിയൽസ് ആൻഡ് എൻസൈം ബിഹേവിയർ. വിച്ച് മെറ്റീരിയൽ ഈസ് നോട്ട് കോമൺലി യൂസ്ഡ് ഫോർ എൻസൈം ഇമ്മൊബിലൈസേഷൻ. ഗ്ലാസ് ബീഡ്സ്, സെല്ലുലോസ്, ജെലാറ്റിൻ, അലൂമിനിയം ഫോയിൽ. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് വരുന്നത് അലൂമിനിയം ഫോയിലാണ് കേട്ടോ. പോറസ് സപ്പോർട്ട്സ് ഇംപ്രൂവ് ഇമ്മൊബിലൈസേഷൻ ബൈ, അതായത് പോറസ് സപ്പോർട്ട്സ് എങ്ങനെയാണ് ഇമ്മൊബിലൈസേഷൻ ഇംപ്രൂവ് ചെയ്യുന്നുള്ളത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഡ്യൂസ് എൻസൈം ആക്ടിവിറ്റി, നമ്മൾ ഇമ്മൊബിലൈസേഷൻ ഇംപ്രൂവ് ചെയ്യാമെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇൻക്രീസ് എൻസൈം സൊല്യൂബിലിറ്റി, അലൗവിങ് ബെറ്റർ സബ്സ്ട്രേറ്റ് ഡിഫ്യൂഷൻ, ഡിക്രീസിങ് എൻസൈം സ്പെസിഫിസിറ്റി. ഓപ്ഷൻ സി ആണ് വരിക കേട്ടോ, ബെറ്റർ സബ്സ്ട്രേറ്റ് ഡിഫ്യൂഷൻ. ഇപ്പോൾ പോറസ് സപ്പോർട്ട് ആകുമ്പോൾ നമുക്ക് അവിടെ എന്താണ്, സർഫസ് ഏരിയ കൂടുതലാണ് കേട്ടോ, അതും ഒരു പോയിൻ്റാണ്. ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് ഓഫൺ ഹാവ്, ഇമ്മൊബിലൈസ്ഡ് എൻസൈംസിന് എന്താണുള്ളത്, ഡിക്രീസ്ഡ് തെർമൽ സ്റ്റെബിലിറ്റി, ഇംപ്രൂവ്ഡ് റെസിസ്റ്റൻസ് ടു ഡീനാച്ചുറേഷൻ, ഹയർ സൊല്യൂബിലിറ്റി ഇൻ വാട്ടർ, ഇൻക്രീസ്ഡ് ഡീഗ്രഡേഷൻ റേറ്റ്സ്. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് വരിക, ഇംപ്രൂവ്ഡ് റെസിസ്റ്റൻസ് ടു ഡീനാച്ചുറേഷൻ ആണ്, ഇംപ്രൂവ്ഡ് റെസിസ്റ്റൻസ് ടു ഡീനാച്ചുറേഷൻ. ഇൻക്രീസ്ഡ് എൻസൈം റിജിഡിറ്റി ഇൻ ഇമ്മൊബിലൈസേഷൻ, ഇൻക്രീസ്ഡ് അതായത് എൻസൈം റിജിഡിറ്റി ഇമ്മൊബിലൈസേഷൻ്റെ കേസിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, എൻഹാൻസസ് സ്റ്റെബിലിറ്റി ആണെന്ന് തോന്നുന്നു ഇവിടെ കറക്റ്റായിട്ട് വരിക. ഓക്കെ, എൻഹാൻസസ് സ്റ്റെബിലിറ്റി ആണ്, അതായത് എൻസൈം റിജിഡിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി എൻഹാൻസ് ചെയ്യും. ഓക്കെ, വിച്ച് ഫാക്ടർ ഈസ് ക്രൂഷ്യൽ ഇൻ സെലക്ടിങ് എ സപ്പോർട്ട് മെറ്റീരിയൽ. നമുക്ക് ഒരു സപ്പോർട്ട് മെറ്റീരിയൽ സെലക്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ കോവാലൻ്റ് ബോണ്ടിങ്ങിനൊക്കെ കേസിൽ നമുക്ക് സപ്പോർട്ട് മെറ്റീരിയൽ സെലക്ട് ചെയ്യണം. അപ്പോൾ അത് എന്തിൻ്റെ ബേസിസിലായിരിക്കും, കോസ്റ്റ്, അതായത് ക്രൂഷ്യലാണ് ചോദിച്ചിരിക്കുന്നത്. കോസ്റ്റ് ആണോ, ടോക്സിസിറ്റി ആണോ, കോമ്പാറ്റിബിലിറ്റി വിത്ത് എൻസൈം ആണോ, ഓൾ ഓഫ് ദി അബവ് ആണോ.
ഓൾ ഓഫ് ദി അബവ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. കോസ്റ്റ് നോക്കണം, ടോക്സിസിറ്റി നോക്കണം, എൻസൈമുമായിട്ടുള്ള കോമ്പാറ്റിബിലിറ്റി നമ്മൾ നോക്കണം. ഇമ്മൊബിലൈസ്ഡ് പെനിസിലിൻ അസൈലേസ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ്. ഇമ്മൊബിലൈസ്ഡ് പെനിസിലിൻ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആൻറ്റിബയോട്ടിക്സ് ആണെന്ന് പറയാം അല്ലേ. ബയോസെൻസേഴ്സ് വിത്ത് ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ. നമ്മൾ പറഞ്ഞു ബയോസെൻസേഴ്സ് നേരത്തെ അല്ല, എന്താണ് ബയോമോളിക്യൂൾസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതപ്പോൾ നമുക്ക് മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സിലായിരിക്കും. കാരണം ബയോ സെൻസേഴ്സാണ് പറഞ്ഞത്. അപ്പോൾ ബയോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത് ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയാം. ഇമ്മൊബിലൈസ്ഡ് കാറ്റലൈസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ബ്രേക്കിംഗ് ഡൗൺ ലാക്ടോസ്, അത് ലാക്ടേസ് ആണ്. റിമൂവിങ് ഹൈഡ്രജൻ പെറോക്സൈഡ്, പ്രൊഡ്യൂസിങ് ഗ്ലൂക്കോസ്, സിന്തസൈസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്. ഓപ്ഷൻ ബി ആണോ? റിമൂവിങ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് കാറ്റലൈസിൻ്റെ ഫംഗ്ഷൻ കേട്ടോ. നെക്സ്റ്റ്, വിച്ച് എൻസൈം ഈസ് ഇമ്മൊബിലൈസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ആസ്പാർട്ടൈം. ആസ്പാർട്ടൈം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഇമ്മൊബിലൈസ്ഡ് എൻസൈം ഏതെന്നാണ്? ആസ്പാർട്ടൈം ആയതുകൊണ്ട് ഇവിടെ തെർമോലൈസിൻ ആണ് കേട്ടോ. തെർമോലൈസിൻ ആണ്. നമ്മൾ നേരത്തെ ലാസ്പാർട്ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അമോണിയം ഫ്യൂമറേറ്റ് എന്നൊക്കെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ തെർമോലൈസിൻ ആണ്. ഇമ്മൊബിലൈസ്ഡ് ഗ്ലൂക്കോസ് ഐസോമറൈസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഗ്ലൂക്കോസ് ഐസോമറൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫ്രക്ടോസ് ആയിരിക്കും അല്ലെ. ഗ്ലൂക്കോസിനെ ഫ്രക്ടോസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്. ഇൻഡസ്ട്രിയൽ റിലവൻസ്. ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് ഇംപ്രൂവ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ് ബൈ എങ്ങനെയാണ്? ഇൻക്രീസിങ് പ്രൊഡക്ഷൻ കോസ്റ്റ്, അതൊരിക്കലും പറയില്ലല്ലോ. പിന്നെ എൻഹാൻസിങ് പ്രോസസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് കൺട്രോൾ, റെഡ്യൂസിങ് എൻസൈം സ്പെസിഫിസിറ്റി, ലിമിറ്റിംഗ് പ്രൊഡക്റ്റ് ഈൽഡ്. ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണല്ലേ കറക്റ്റായിട്ട് വരിക. എൻഹാൻസിങ് പ്രോസസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് കൺട്രോൾ. ഇൻ ദ ബയോഫ്യൂൽ ഇൻഡസ്ട്രി ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് ആർ യൂസ്ഡ് ഫോർ. ബയോഫ്യൂവൽ ഇൻഡസ്ട്രീസിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സിന്തസൈസിങ് ആൻറ്റിബയോട്ടിക്സ്. ഇത് ഓപ്ഷൻസ് വളരെ മോശമാണല്ലേ. ആൻറ്റിബയോട്ടിക്സ് നമ്മൾ എന്താണ് ബയോഫ്യൂൽ ഇൻഡസ്ട്രീസിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ക്ലാരിഫൈങ് ബിവറേജസ്, അതും അവിടെ ആവശ്യമില്ല. പിന്നെ ഹൈഡ്രോലൈസിങ് സെല്ലുലോസ് ടു ഷുഗേഴ്സും റിമൂവിങ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം ഓയിലും. അപ്പോൾ അതിനകത്ത് റിമൂവിങ് ഹൈഡ്രോലൈസിങ് ആണ് കറക്റ്റ് കേട്ടോ. ഹൈഡ്രോലൈസിങ് സെല്ലുലോസ് ടു ഷുഗേഴ്സ് ആണ്. ബയോഫ്യൂവൽ ഇൻഡസ്ട്രി ആണ്. അപ്പോൾ നമുക്ക് സെല്ലുലോസിനെ ഹൈഡ്രോലൈസ് ചെയ്യണം. അപ്പോൾ അവിടെയാണ് നമുക്ക് എൻസൈംസിൻ്റെ ആവശ്യം വരുന്നുള്ളത്. അത് ഏത് എൻസൈമാണ്? സെല്ലുലേസ് ആണ്. ഇമ്മൊബിലൈസ്ഡ് എൻസൈം ഇൻ ദ കോസ്മെറ്റിക് ഇൻഡസ്ട്രി എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സിന്തസൈസിങ് ഫ്രാഗ്രൻസ്, ഇംപ്രൂവിങ് ഹെയർ ടെക്സ്ചർ, എൻഹാൻസിങ് ഷെൽഫ് ലൈഫ് ഓഫ് പ്രൊഡക്ട്സ്, ഓൾ ദ അബവ്. വിച്ച് ഇമ്മൊബിലൈസ്ഡ് എൻസൈം ഈസ് യൂസ്ഡ് ഇൻ ദ സിന്തസിസ് ഓഫ് ആക്രൈലമൈഡ്. ആക്രൈലമൈഡിൻ്റെ സിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളത് ഏത് എൻസൈം ആയിരിക്കും? ഓപ്ഷൻ ബി നൈട്രൈൽ ഹൈഡ്രറ്റേസ്. ഓക്കെ, ഇങ്ങനെ വൈഡ് വെറൈറ്റി ഓഫ് അപ്ലിക്കേഷൻസ് നമ്മുടെ എൻസൈംസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അപ്ലിക്കേഷൻസ് എത്രത്തോളം നോക്കണമെന്ന് നമുക്കറിയില്ല. എങ്കിലും കുറച്ച് കോമൺ ആയിട്ടുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി കിട്ടുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ ആഡ് ചെയ്ത് തരാം കേട്ടോ. കണ്ടിന്യൂസ് ഫ്ലോ റിയാക്ടേഴ്സ് യൂസ് ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് ബിക്കോസ് എന്തുകൊണ്ടാണ്? ദേ അലോ ഈസി എൻസൈം റിക്വയറി, ദേ ആർ ഇൻഎക്സ്പെൻസീവ്, ദേ വർക്ക് ഓൺലി ഇൻ ബാച്ച് പ്രോസസ്, ദേ അലോ ഈസി എൻസൈം റിക്കവറി. കണ്ടിന്യൂസ് ഫ്ലോ റിയാക്ടേഴ്സ് യൂസ് ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് ബിക്കോസ് ദേ അലോ ഈസി എൻസൈം റിക്കവറി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്മൊബിലൈസേഷൻ ഓഫ് എൻസൈംസ്. ഇനി നമുക്ക് SCPൻ്റെ കൂടി കുറച്ച് നോക്കാവേ. SCPൻ്റെ കേസ് വരുമ്പോൾ എന്താണ് SCP? സിംഗിൾ സെൽ പ്രോട്ടീൻ ആണ് അല്ലേ. വാട്ട് ഈസ് സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് ചോദിച്ചാൽ എന്താണ്? പ്രോട്ടീൻ എക്സ്ട്രാക്റ്റഡ് ഫ്രം പ്ലാന്റ്സ് അല്ല, പ്രോട്ടീൻ ഡിറൈവ്ഡ് ഫ്രം മൈക്രോ ഓർഗാനിസംസ് ആണ് അല്ലേ. പ്രോട്ടീൻ ഫൗണ്ട് ഇൻ ആനിമൽ സെൽസ് വരില്ല, പ്രോട്ടീൻ സിന്തസൈസ്ഡ് കെമിക്കലിയും വരില്ല. എന്താണ്? പ്രോട്ടീൻ ഡിറൈവ്ഡ് ഫ്രം മൈക്രോ ഓർഗാനിസംസ് ആണ് ഏതായിട്ട് വരുന്നുള്ളത്? സിംഗിൾ സെൽ പ്രോട്ടീൻ ആയിട്ട് വരുന്നുള്ളത്. വിച്ച് ഓർഗാനിസംസ് ആർ കോമൺലി യൂസ്ഡ് ഫോർ SCP പ്രൊഡക്ഷൻ. SCP പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് ഏത് ഓർഗാനിസംസ് ആണ് യൂസ് ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. വൈറസസ് ആണോ? അല്ല. പിന്നെ ബാക്ടീരിയ ഉണ്ട്, ഫംഗൈ ഉണ്ട്, ആൽഗ ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്. ഈ 4 ആൾക്കാർ. ഓക്കെ, ഇവരിൽ നിന്നാണ് SCP മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് തന്നെ ബാക്ടീരിയ ആണ് ഏറ്റവും കൂടുതൽ SCP തരുന്നത് കേട്ടോ. ഒരു 55 to 65% SCP ബാക്ടീരിയ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആൽഗെ പറയുകയാണെങ്കിൽ ഒരു 40 to 60% പറയാം. ഓക്കെ, 40 to 60% ആണ് ആൽഗെ. ബാക്ടീരിയ ആണെങ്കിൽ 55 to 65% ആണ്. പിന്നെ ഫംഗൈ ഒരു 30 to 35 മാത്രമാണ്. ആൽഗെ ആണെങ്കിൽ ഒരു 35 to 50. ഓക്കെ, ആ ഒരു റേഞ്ചിലാണ് ഉണ്ടാക്കുന്നുള്ളത്. ഓക്കെ, അതിൻ്റെ കറക്റ്റ് റേഞ്ച് ഒന്ന് നോക്കി വെക്കണേ. പിന്നെ ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് SCP പ്രൊഡക്ഷൻ ഈസ്, എന്താണ് മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്? ഹൈ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരിക്കലും അഡ്വാൻറ്റേജ് ആയിട്ട് വരില്ല. എഫിഷ്യൻറ്റ് യൂസ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്, ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസം, ലാക്ക് ഓഫ് എസെൻഷ്യൽ അമിനോ ആസിഡ്. ഇവിടെ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് വേസ്റ്റ് മെറ്റീരിയലാണ് കറക്റ്റായിട്ട് വരുന്നത്. നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട്, അതായത് മൊളാസസ്
അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നുള്ളത് ഈ SCP നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന മീഡിയം കൊടുക്കുന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ അതെന്താണ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ നമുക്ക് പറയാം. വാട്ട് ഈസ് പ്രൈമറി ക്യാരക്ടറിസ്റ്റിക് ഓഫ് SCPൻ്റെ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ആണ് അല്ലേ, ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ആണ്. വിച്ച് മൈക്രോ ഓർഗാനിസം ഈസ് കോമൺലി യൂസ്ഡ് ഇൻ SCP പ്രൊഡക്ഷൻ? നോക്കിക്കോളൂ. സക്കാരോമൈസസ് സെർവീസിയെ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്, അമീബ പ്രോട്ടിയസ്. നമ്മൾ പഠിച്ചിരിക്കേണ്ട പേര് സക്കാരോമൈസസ് സെർവീസിയാണ്, ഈസ്റ്റ് ആണ് അല്ലേ, അത് പഠിച്ചിരിക്കണം. സോഴ്സസ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് SCP. ആൽഗെ യൂസ്ഡ് ഫോർ SCP പ്രൊഡക്ഷൻ ഇൻക്ലൂഡ്. ആൽഗെ നമ്മൾ ഏതാണ് ഇതിനകത്ത്? ക്ലോറല്ല ആൻഡ് സ്പൈറുലിന, വോൾവോക്സ് ആൻഡ് സ്പൈറോഗൈറ, യൂഗ്ലീന ആൻഡ് അമീബ, സൈനോബാക്ടീരിയ ആൻഡ് ഡൈനോഫ്ലാജലേറ്റ്സ്. ഈ സ്പൈറുലിന എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള ആൾ ക്ലോറല്ലയാണ്. ആ ക്ലോറല്ലയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കാറുണ്ട്, സ്പൈറുലിനയിൽ നിന്ന് നമ്മൾ SCP ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ഇത് മെയിനായിട്ട് നമ്മൾ SCP പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽഗയാണ്, ഈ ക്ലോറല്ലയും സ്പൈറുലിനയും. വിച്ച് വേസ്റ്റ് പ്രൊഡക്റ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സബ്സ്ട്രേറ്റ് ഫോർ SCP പ്രൊഡക്ഷൻ? പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമോ? ഇല്ല. അഗ്രികൾച്ചർ റെസിഡ്യൂസ്, മെറ്റൽസ്, സാൻഡ്. പഠിച്ചു വെക്കുക, അഗ്രികൾച്ചർ റെസിഡ്യൂ ആണ് നമ്മൾ മെയിനായിട്ടും SCP പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ മീത്തൈൻ യൂട്ടിലൈസിങ് ബാക്ടീരിയ യൂസ്ഡ് ഇൻ SCP പ്രൊഡക്ഷൻ ഇൻക്ലൂഡ്. ഏതാണ് മീത്തൈൻ യൂട്ടിലൈസിങ് ബാക്ടീരിയ ആയിട്ട് വരുന്നുള്ളത്? അപ്പോൾ നമുക്കത് അറിയില്ല, പക്ഷേ ഇവിടെ നമുക്ക് കണ്ടിരിക്കുന്ന ഓപ്ഷനകത്ത് മീത്തൈലോകോക്കസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മീത്തൈലോകോക്കസ് ക്യാപ്സുലേറ്റസ് ആണ് SCP പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളത്. വാട്ട് ടൈപ്പ് ഓഫ് ബയോറിയാക്ടർ ഈസ് യൂസ്ഡ് ഫോർ SCP പ്രൊഡക്ഷൻ? കണ്ടിന്യൂസ് ബയോറിയാക്ടർ ആണോ, ബാച്ച് ആണോ, ഫ്ലൂയിഡൈസ്ഡ് ആണോ? ഇവിടെ നമുക്ക് ഓൾ ഓഫ് ദി അബോവ് ഇതെല്ലാം യൂസ് ചെയ്യാം കേട്ടോ. ബാച്ച് ബയോറിയാക്ടറും യൂസ് ചെയ്യാം, കണ്ടിന്യൂസും യൂസ് ചെയ്യാം, ഫ്ലൂയിഡൈസ്ഡ് ബെഡ് റിയാക്ടറും യൂസ് ചെയ്യാം. ഏത് തരത്തിലുള്ള ബയോറിയാക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് SCP പ്രൊഡക്ഷൻ ഉണ്ടാക്കാവുന്നതാണ്. വാട്ട് ഈസ് ദ മെയിൻ കാർബൺ സോഴ്സ് ഫോർ SCP പ്രൊഡക്ഷൻ യൂസിങ് ഫംഗൈ? ഫംഗൈനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനുള്ള മെയിൻ കാർബൺ സോഴ്സ് എന്താണ്? ഗ്ലൂക്കോസ് ആണ്. ഓക്കെ, മെയിൻ കാർബൺ സോഴ്സ് എന്താണ്? ഗ്ലൂക്കോസ് ആണ്. ഇവർക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ ഇവർക്ക് ഇതുപോലുള്ള ന്യൂട്രിയൻസ് ആവശ്യമാണല്ലോ. അപ്പോൾ കാർബൺ സോഴ്സ് ആയിട്ട് വരുന്നത് ഗ്ലൂക്കോസ് ആണ്. SCP ഹാസ് ഹൈ കണ്ടന്റ് ഓഫ് പ്രോട്ടീൻ അല്ലേ, നല്ലൊരു കണ്ടന്റ് പ്രോട്ടീൻ ഉണ്ട്. SCP പ്രൊഡക്ഷൻ റിഡ്യൂസസ് എന്താണ് റിഡ്യൂസ് ചെയ്യുന്നത്? എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, എനർജി എഫിഷ്യൻസി, ഫുഡ് സെക്യൂരിറ്റി, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റി. എൻവയോൺമെൻറ്റൽ പൊല്യൂഷനാണ് റിഡ്യൂസ് ചെയ്യുന്നുള്ളത്, കാരണം നമ്മൾ ആ വേസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് SCP നമ്മുടെ ബാക്ടീരിയനെ അവിടെ ഗ്രോ ചെയ്യുന്നുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് SCP? എന്താണ്? ക്വിക്ക് പ്രോട്ടീൻ പ്രൊഡക്ഷൻ അല്ലേ, ക്വിക്ക് പ്രോട്ടീൻ പ്രൊഡക്ഷനാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുള്ളത്. പക്ഷേ ഇപ്പോഴും നമുക്കറിയാം നമ്മുടെ സൊസൈറ്റീനകത്ത് നമ്മുടെ ഇന്ത്യയിൽ ഇതധികം യൂസ് ചെയ്യുന്നില്ല, മറ്റുള്ള കൺട്രീസിലാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. എങ്കിലും നമുക്കറിയാം ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ആക്സെപ്റ്റൻസ് വരാത്തൊരു സാധനമാണ് അല്ലേ. ഈ ബാക്ടീരിയനൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യാന്നൊക്കെ പറയുന്നത് വളരെയധികം സൊസൈറ്റി അത്രയ്ക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യം കൂടിയാണ്. പക്ഷേ നല്ലൊരു പ്രോട്ടീൻ കണ്ടന്റാണ്. നമുക്കിത് ക്വിക്ക് പ്രോട്ടീൻ പ്രൊഡക്ഷനാണ്, മാൽന്യൂട്രീഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഗുഡ് മെത്തേഡാണിത്. SCP പ്രൊഡക്ഷൻ ഹെൽപ്സ് ഇൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് ബൈ. എങ്ങനെയാണത് SCP പ്രൊഡക്ഷൻ വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്? നമ്മൾ ഇൻക്രീസിങ് വേസ്റ്റ് ജനറേഷൻ, റീസൈക്ലിംഗ് ഓർഗാനിക് വേസ്റ്റ് അല്ലേ, റീസൈക്ലിംഗ് ഓർഗാനിക് വേസ്റ്റിനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടാണ്. SCP ഈസ് പ്രൈമർലി യൂസ്ഡ് ആസ്. എങ്ങനെയാണ് നമ്മൾ SCP യൂസ് ചെയ്യുന്നുള്ളത്? ഫ്യുവൽ, ഫുഡ് ആൻഡ് ഫീഡ് സപ്ലിമെൻറ്റ്, ഫെർട്ടിലൈസർ, ആൻറ്റിബയോട്ടിക് സോഴ്സ്. നമ്മൾ ഫുഡായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് സപ്ലിമെൻ്റ് ഒക്കെ ആയിട്ടാണ് ഈ SCP നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മേജർ ലിമിറ്റേഷൻ ഓഫ് SCP ഫോർ ഹ്യൂമൻ കൺസംഷൻ? എന്താണ് അതിൻ്റെ പ്രശ്നം? ഹൈ കോസ്റ്റ്, പ്രസൻസ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്, ലോ ഡൈജസ്റ്റബിലിറ്റി, ഹൈ ഫാറ്റ് കണ്ടൻറ്റ്. അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ന്യൂക്ലിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണ്, അതൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ന്യൂക്ലിക് ആസിഡ് കൂടുതലായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്താൽ നമ്മുടെ ബോഡിക്കകത്തുള്ള യൂറിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടും. അത് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൗട്ട് പോലുള്ള ഡിസീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഒരു പ്രശ്നമായിട്ട് വരുന്നത്. പിന്നെ എക്സസ് ന്യൂക്ലിക് ആസിഡ്സ് ഇൻ SCP ക്യാൻ ലീഡ് ടു, നമ്മൾ ഒരുപാട് അതൊരു SCP കഴിക്കുമ്പോൾ ഒരുപാട് ന്യൂക്ലിക് ആസിഡ്സ് നമ്മളെ ബോഡിക്കകത്ത് വന്നാൽ ഞാൻ യൂറിക് ആസിഡ് നമ്മുടെ ബോഡിനകത്ത് കൂടും. അപ്പോൾ ആ യൂറിക് ആസിഡ് വന്നാൽ കിഡ്നി സ്റ്റോൺ വരാം, അതുപോലെ തന്നെ ഗൗട്ട് ഡിസീസും വരാം. അപ്പോൾ കിഡ്നി പ്രോബ്ലംസ് ആണ് ഇവിടെ കറക്റ്റ് വരിക. വാട്ട് ഈസ് എ കോമൺ ഡ്രോബാക്ക് ഇൻ SCP പ്രൊഡക്ഷൻ? എന്താണ് കോമൺ ഡ്രോബാക്ക് എന്ന് പറയുന്നത്? സ്ലോ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം, റിസ്ക് ഓഫ് കണ്ടാമിനേഷൻ, ലാക്ക് ഓഫ് ന്യൂട്രിയൻസ്, ഹൈ എൻസൈം ആക്ടിവിറ്റി. എന്താണ് ഇവിടെ ഡ്രോബാക്ക് ആയിട്ട് വരിക? കണ്ടാമിനേഷൻ ആണല്ലേ. നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ യൂസ് ചെയ്യുന്നുള്ള അഗ്രികൾച്ചർ വേസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് അൺഡിസൈറബിൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ഒക്കെ അവിടെ ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. SCP പ്രൊഡക്ഷൻ ഈസ് അൺസ്യൂട്ടബിൾ ഫോർ
റീസൈക്ലിംഗ് ഓർഗാനിക് വേസ്റ്റ്, പ്രൊഡ്യൂസിങ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ആനിമൽ ഫീഡ്, സിന്തസൈസിങ് ആൻറ്റിബയോട്ടിക്സ്, സപ്ലിമെൻറ്റിങ് ഹ്യൂമൻ ഡയറ്റ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. ഇവിടെ സിന്തസൈസിങ് ആൻറ്റിബയോട്ടിക്സ് ആണ് അല്ലേ. ബാക്കിയുള്ള നമുക്ക് ഓർഗാനിക് വേസ്റ്റ് എന്താണ് റീസൈക്കിൾ ചെയ്യുന്നുണ്ട്, ആനിമൽ ഫീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ ഡയറ്റ്സിൽ സപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, ആൻറ്റിബയോട്ടിക്സിന് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് അൺസ്യൂട്ടബിൾ ആണെന്ന് നമുക്ക് പറയാം. ദ മെയിൻ കൺസേൺ ഫോർ SCP പ്രൊഡക്ഷൻ യൂസിങ് ഫംഗൈ. ഫംഗൈനെ യൂസ് ചെയ്തിട്ടുള്ള SCP പ്രൊഡക്ഷൻ്റെ മെയിൻ കൺസേൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹൈ പ്രോട്ടീൻ ഈൽഡ്, പ്രൊഡക്ഷൻ ഓഫ് ടോക്സിൻ, മൈക്കോടോക്സിൻ അവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് ടോക്സിൻ ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ആൻഡ് ആപ്ലിക്കേഷൻസ്, SCP ക്യാൻ ബി യൂസ്ഡ് ആസ് എ സപ്ലിമെൻറ്റ് ഇൻ ആനിമൽ ഫീൽഡ് അല്ല, ആനിമൽ ഫീഡിനകത്താണ് അത് സപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡസ്ട്രീസ് ബെനിഫിറ്റ് ഫ്രം SCP? ഏത് ഇൻഡസ്ട്രിയാണ്? ഫുഡ് ആൻഡ് അഗ്രികൾച്ചറിലാണ് അത് മെയിനായിട്ട് ബെനിഫിറ്റ് ചെയ്യുന്നത്. സ്പൈറുലിന ഈസ് കൺസിഡേർഡ് ആസ് എ സൂപ്പർ ഫുഡ് ഡ്യൂ ടു, എന്തുകൊണ്ടാണ് സ്പൈറുലിൻ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്? അതിനകത്ത് ഒന്ന് നമുക്കറിയാം അതൊരു SCP ആണ്. അപ്പോൾ അതിനകത്ത് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഹൈ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻ കണ്ടന്റും ഉണ്ട്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻറ്റ് യൂസ് ഓഫ് SCP ഇൻ സ്പേസ് മിഷൻസ്? സ്പേസ് മിഷൻസിൽ എന്താണ് ഇത് മെയിനായിട്ടുള്ള യൂസ് എന്ന് പറയുന്നത്? ഈ സാധാരണ ഈ നമ്മുടെ സ്പേസിലൊക്കെ പോകുന്ന ആൾക്കാർ അവർക്ക് പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് ഈ SCP ആണ്. ഓക്കെ, ആസ്ട്രോനട്സിനൊക്കെ SCP ആണ് പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നുള്ളത്. SCP ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എന്ത് നമുക്ക് പറയാം? ഓൾ ഓഫ് ദി എബവ് ആണ് കേട്ടോ. ബയോപ്ലാസ്റ്റിക്സ് ഉണ്ടാക്കാം, ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ടാക്കാം, ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സും ഉണ്ടാക്കാം. അതുകൊണ്ട് ഓൾ ഓഫ് ദി എബവ് ആണ് പഠിച്ചു വെക്കണം. ഇവിടെ നമ്മൾ സി മാത്രം എഴുതി പോകരുത്. ഓക്കെ, ബയോപ്ലാസ്റ്റിക്സും ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ ഉണ്ട്. പിന്നെ അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ഇൻ SCP. ദ ഫസ്റ്റ് SCP പ്രൊഡക്റ്റ് ഡെവലപ്ഡ് കൊമേഴ്ഷ്യലി വാസ്, ആദ്യമായിട്ട് നമ്മൾ കൊമേഴ്ഷ്യലി ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് SCP പ്രൊഡക്റ്റാണ് കോൺ. ഓക്കെ, QUORN. വാട്ട് ഈസ് ദ റോൾ ഓഫ് SCP ഇൻ റിഡ്യൂസിങ് ഫുഡ് സ്കാർസിറ്റി? ഫുഡ് സ്കാർസിറ്റി എന്താണ്? ഫുഡ് സ്കാർസിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ SCPൻ്റെ റോൾ എന്താണ്? പ്രൊവൈഡിങ് ആൻ ആൾട്ടർനേറ്റീവ് പ്രോട്ടീൻ സോഴ്സ് അല്ലേ, പ്രോട്ടീൻ സോഴ്സ് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ സോഴ്സായിട്ട് നമുക്ക് SCPനെ യൂസ് ചെയ്യാം. ഈസ്റ്റ് SCP ഈസ് റിച്ച് ഇൻ, ഈസ്റ്റ് SCP നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് ഈസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന SCPനകത്ത് എന്താണ് റിച്ച് ആയിട്ടുള്ളത്? എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ്. വാട്ട് ഈസ് ആൻ എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ് ഓഫ് SCP പ്രൊഡക്ഷൻ? നമുക്കറിയാം എന്താണ്? ഡിപ്ലീറ്റിംഗ് റിസോഴ്സസ്, റിഡ്യൂസിങ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് അല്ലേ. ഈ പറഞ്ഞിരിക്കുന്ന വേസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നതിലൂടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. വിച്ച് SCP ഈസ് യൂസ്ഡ് ഇൻ ഫിഷ് ഫീഡ്? ഫിഷ് ഫീഡിനകത്ത് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നുള്ളത്? മീത്തൈലോകോക്കസ് ക്യാപ്സുലാറ്റസ്. നമ്മൾ പറഞ്ഞു മീത്തൈൽ, നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ മീത്തൈൻ. അപ്പോൾ മീത്തൈലോകോക്കസ് ക്യാപ്സുലേറ്റസ് ആണ് ഫിഷ് ഫീഡായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. ഇനി നോക്കിയേ, SCP പ്രൊഡക്ഷൻ റിക്വയേഴ്സ് എന്താണ്? SCP പ്രൊഡക്ഷന് നമുക്ക് ലാർജ് അഗ്രികൾച്ചർ ലാൻഡിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഹൈ എനർജി ഇൻപുട്ടിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ എന്ത് മതി നമുക്ക്? സ്മോൾ സ്പേസും അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബയോറിയാക്ടറും മതി. അതുണ്ടെങ്കിൽ നമുക്ക് SCP പ്രൊഡ്യൂസ് ചെയ്യാം അല്ലേ. ഐഡിയൽ ഗ്രോത്ത് കണ്ടീഷൻ ഫോർ ഈസ്റ്റ് യൂസ്ഡ് ഇൻ SCP പ്രൊഡക്ഷൻ ഇൻക്ലൂഡ്സ്. അപ്പോൾ ഐഡിയൽ ഗ്രോത്ത്, നമ്മുടെ ഈസ്റ്റിൻ്റെ ഐഡിയൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? അനേറോബിക് കണ്ടീഷൻ ലോ ടെമ്പറേച്ചർ, എയറോബിക് കണ്ടീഷൻ മോഡറേറ്റ് ടെമ്പറേച്ചർ, ഹൈ pH ആൻഡ് അനേറോബിക് കണ്ടീഷൻസ്, ഹൈ സലൈനിറ്റി ആൻഡ് ലോ ലൈറ്റ്. അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റായിട്ട് വരുന്നുള്ളത്? ഹൈ pH അതിനാവശ്യമല്ല, ഹൈ സലൈനിറ്റി അതിനാവശ്യമല്ല, അനേറോബിക് കണ്ടീഷനിലല്ല ഈസ്റ്റ് ഗ്രോ ചെയ്യുന്നത്. പിന്നെ ഇതിലാണ് എയറോബിക് കണ്ടീഷൻസും മോഡറേറ്റ് ടെമ്പറേച്ചറുമാണ്. നെക്സ്റ്റ്, ബാക്ടീരിയ സച്ച് ആസ് മീത്തൈലോഫിലസ് മീത്തൈലോട്രോഫസ് യൂസ് വിച്ച് കാർബൺ സോഴ്സ് ഫോർ SCP പ്രൊഡക്ഷൻ? മെത്തനോൾ ആണ് കേട്ടോ. മീത്തൈലോഫിലസ് മീത്തൈലോട്രോഫസ് എന്താണ് യൂസ് ചെയ്യുക? മെത്തനോൾ ആണ് കാർബൺ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മീത്തൈലോഫിലസ് മീത്തൈലോട്രോഫസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സബ്സ്ട്രേറ്റ് ഫോർ SCP പ്രൊഡക്ഷൻ? ഇവിടെ അഗ്രികൾച്ചർ റെസിഡ്യൂസ്, ഓർഗാനിക് വേസ്റ്റ് ഒക്കെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാറുണ്ട്? സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഒരിക്കലും ഹെവി മെറ്റൽസ് നമ്മൾ സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യില്ല. ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ഇൻ SCP പ്രൊഡക്ഷൻ ഇൻക്ലൂഡ്സ്. ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത്? സ്റ്റെറിലൈസിങ് സബ്സ്ട്രേറ്റ്സ്, ഹാർവെസ്റ്റിംഗ് ആൻഡ് ഡ്രൈയിങ് സെൽസ്, സെലക്ടിങ് മൈക്രോബിയൽ സ്ട്രെയിൻസ്, ഡിസൈനിങ് ഫെർമെൻറ്റേഷൻ ടാങ്ക്സ്. ഇവിടെ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിനകത്ത് നമ്മൾ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് ഹാർവെസ്റ്റിംഗ് ആൻഡ് ഡ്രൈയിങ് സെൽസ് ആണ്. ഹാർവെസ്റ്റിംഗ് ആൻഡ് ഡ്രൈയിങ് സെൽസ്. SCP പ്രൊഡക്ഷൻ കോൺട്രിബ്യൂട്ട്സ് ടു സസ്റ്റൈനബിലിറ്റി ബൈ, എങ്ങനെയാണ് സസ്റ്റൈനബിലിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? റിഡ്യൂസിങ് റിലയൻസ് ഓൺ ഫോസിൽ ഫ്യൂവൽസ്, യൂട്ടിലൈസിങ് വേസ്റ്റ് മെറ്റീരിയൽസ്,
ലോവറിങ് അഗ്രികൾച്ചർ ലാൻഡ് റിക്വയർമെൻറ്റ്സ്, ഇതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഓൾ ഓഫ് ദി അബവ് ആണ്. വിച്ച് ഫാക്ടർ ക്യാൻ ഇംപ്രൂവ് SCP പ്രൊഡക്ഷൻ എഫിഷ്യൻസി? ഏത് ഫാക്ടറാണ് SCP പ്രൊഡക്ഷൻ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റുക? യൂസിങ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് മൈക്രോ ഓർഗാനിസം, റിഡ്യൂസിങ് സബ്സ്ട്രേറ്റ് അവൈലബിലിറ്റി, ലിമിറ്റിംഗ് എയറേഷൻ ഇൻ ബയോറിയാക്ടേഴ്സ്, അവോയ്ഡിങ് ടെമ്പറേച്ചർ കൺട്രോൾ. അപ്പോൾ ജനറ്റിക്കലി എഞ്ചിനീയർഡ് മൈക്രോ ഓർഗാനിസംസ് ആണെങ്കിൽ നമുക്ക് അവിടെ SCPൻ്റെ പ്രൊഡക്ഷൻ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. SCP റിഡ്യൂസസ് പ്രഷർ ഓൺ ട്രഡീഷണൽ പ്രോട്ടീൻ സോഴ്സസ് ലൈക്ക്, ഏതിലാണ്? ഫിഷ് ആൻഡ് പോൾട്രി, ഗ്രെയിൻസ് ആൻഡ് സെറിയൽസ്, ഫോസിൽ ഫ്യൂൽസ്, നോൺ റിന്യൂവബിൾ മെറ്റൽസ്. ഫിഷ് ആൻഡ് പോൾട്രി ആണ്, ഫിഷ് ആൻഡ് പോൾട്രീനകത്തുള്ള അതുപോലുള്ള എന്താണ് പ്രഷർ നമുക്ക് കുറക്കാൻ സാധിക്കും. ഫിഷ് ആൻഡ് പോൾട്രി. മൈക്രോ ഓർഗാനിസംസ് യൂസ്ഡ് ഇൻ SCP പ്രൊഡക്ഷൻ ആർ റെഫേർഡ് ടു ആസ്, നമ്മൾ ഈ മൈക്രോ ഓർഗാനിസം എന്താ പറയുക, സെക്കൻഡറി പ്രൊഡ്യൂസേഴ്സ് ആണോ, പ്രൈമറി ആണോ, ഹെട്രോട്രോഫിക് ആണോ, ഓട്ടോട്രോഫിക് ആണോ? ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് ആണ്. വിച്ച് SCP പ്രൊഡക്റ്റ് ഈസ് വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ആസ് സസ്റ്റൈനബിൾ ആൻഡ് എക്കോ ഫ്രണ്ട്ലി? ഏതാണ്? മൈക്രോ പ്രോട്ടീൻ ആയിട്ടുള്ള കോൺ ആണ്. അതാണ് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്തത് എന്ന് പറഞ്ഞു അല്ലേ. നെക്സ്റ്റ്, SCP ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് എന്താണ്? എസെൻഷ്യൽ വൈറ്റമിൻസും മിനറൽസും. എസെൻഷ്യൽ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെ ഒരു ഗുഡ് സോഴ്സ് ആണ്. ദ പ്രോട്ടീൻ കണ്ടന്റ് ഓഫ് SCP ടിപ്പിക്കലി റേഞ്ചസ് ബിറ്റ്വീൻ ഏതായിരിക്കും? ഒരു 50 to 80% ആണ്. 50 to 80% വരുന്നുണ്ട്. SCP കൺസംഷൻ ഫോർ ഹ്യൂമൻ റിക്വയേഴ്സ് എന്താണ്? റിമൂവൽ ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്, ഇൻക്രീസ് ഇൻ സെല്ലുലോസ് കണ്ടന്റ്, അഡീഷൻ ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റ്, ഡിക്രീസ് ഇൻ മിനറൽ കണ്ടന്റ്. നമുക്ക് എന്താ പ്രശ്നം? ന്യൂക്ലിക് ആസിഡാണ് പ്രശ്നം, അപ്പോൾ തന്നെ റിമൂവലാണ് നമുക്ക് ആവശ്യം. വാട്ട് മേക്സ് ദ SCP എ പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് ഫോർ മാൽന്യൂട്രീഷൻ? എന്തുകൊണ്ടാണ് അത് നല്ലൊരു സൊല്യൂഷനാണ്, സോഴ്സ് അല്ല. സൊല്യൂഷനായിട്ട് പറയുന്നത് മാൽന്യൂട്രീഷൻ്റെ അതിനകത്തുള്ള പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ്, അതുപോലെ തന്നെ കോസ്റ്റ് കുറവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അമിനോ ആസിഡ്സ് ആർ ഓഫൺ എൻറിച്ച്ഡ്? ഇതിനകത്ത് ഏതാണ് എൻറിച്ച്ഡ് ആയിരിക്കുന്നത്? ലൈസിനും മെത്തിയോണിനും. ഓക്കെ, ലൈസിനും മെത്തിയോണിനും. വാട്ട് ഈസ് ദ പ്രൈമറി കോസ്റ്റ് ഇൻ SCP പ്രൊഡക്ഷൻ? എന്താണ് മെയിൻ ആയിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്? സബ്സ്ട്രേറ്റ് മെറ്റീരിയൽസ് വരുന്നുണ്ട്, എനർജി ഫോർ ഫെർമെൻറ്റേഷൻ, ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്, ഇതൊക്കെ അതിൻ്റെ കോസ്റ്റായിട്ട് വരുന്നുണ്ട്. ദ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഏത് ഡിക്കേഡിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്? 1970s. ഇൻ വിച്ച് കൺട്രി? നമ്മൾ പറഞ്ഞു ഇത് ഫസ്റ്റ് ആണെന്ന് പറഞ്ഞു. അത് ഏത് കൺട്രിയിലായിരുന്നു? UK കേട്ടോ, യുണൈറ്റഡ് കിങ്ഡം. വാട്ട് മേക്സ് SCP എക്കണോമിക്കലി വയബിൾ ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്? ഡെവലപ്പിംഗ് കൺട്രീസിനെ അത് എക്കണോമിക്കലി വയബിൾ ആക്കുന്നത് എന്തുകൊണ്ടാണ്? നല്ല ഈൽഡ് തരുന്നുണ്ട്, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവാണ്. വിച്ച് ഓർഗനൈസേഷൻ ഹാസ് പ്രൊമോട്ടഡ് SCP റിസർച്ച് ഫോർ അഡ്രസ്സിംഗ് ഗ്ലോബൽ പ്രോട്ടീൻ ഷോർട്ടേജസ്? WHO, FAO, യുണൈറ്റഡ് നേഷൻസ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ MCQനകത്ത് നമുക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇതുപോലെ നമ്മൾ ഓരോ ടോപ്പിക്കും മൈക്രോബയോളജിനകത്ത് കവർ ചെയ്തുകൊണ്ട് വരാം. ഓക്കെ.